ഹലോ ഗൈസ്, ഇന്നൊരു സ്ലോ നൈറ്റ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ മുതൽ ഒന്നിനും ഒരു മൂഡില്ല, ഒന്നും ചെയ്യാനും ഒരു എന്തൂസിയാസം അല്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു. രാത്രി ആയപ്പം ഇന്ന് ഫുൾ ഡേ വേസ്റ്റ് ചെയ്തതിൻ്റെ ഒരു റിഗ്രറ്റും കൂടെ ഫുൾ ഡൗൺ ആയ പോലെ തോന്നി. ഇങ്ങനെയുള്ള അധിക ദിവസം വീട്ടിലുള്ള ഫുഡ് കഴിച്ചിട്ട് ഒന്ന് കുളിച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ജേർണൽ ചെയ്ത് കിടന്നുറങ്ങാനാണ് എനിക്കിഷ്ടം. ജേർണൽ ചെയ്യുമ്പം അന്നത്തെ എൻ്റെ വിഷമവും എൻ്റെ സങ്കടങ്ങളും എൻ്റെ ദേഷ്യങ്ങളും വേറൊരാളോടും പറയാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും ഞാനതിലേക്ക് തുറന്നെഴുതും. സ്ഥിരമായിട്ട് ജേർണൽ ചെയ്യുന്ന ഒരാളൊന്നുമല്ല ഞാൻ. പക്ഷെ നമ്മൾ പ്രായം കൂടുന്നവരും നമുക്ക് സംസാരിക്കാനുള്ള ആൾക്കാർ കുറയുന്ന പോലെ തോന്നും. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ചുറ്റുപാടുകളും ഒക്കെ വരുമ്പം നമ്മളുടെ കാര്യത്തിൽ ചിലപ്പം ശ്രദ്ധിക്കാൻ പറ്റിയെന്നുണ്ടാവില്ല. ഇങ്ങനത്തെ കുറേ സിറ്റുവേഷനിൽ ജേർണലിങ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുകയും നമ്മളുടെ ഇമോഷൻസ് നമ്മളെ കയ്യിൽ തന്നെ വെക്കാനും കുറേ ജേർണലിങ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു വാം ലൈറ്റുള്ള റൂമിൽ കുളിച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഒരു ഷീറ്റ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് ജേർണൽ ചെയ്താൽ കുറേ പ്രശ്നങ്ങൾ കുറയുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കൂടെ ഒരു കാമായിട്ടുള്ള മ്യൂസിക്കും കൂടി ഉണ്ടായാൽ മൈൻഡ് അത്ര റിഫ്രഷ് ആവും. 2026 തുടങ്ങിയപ്പം കുറച്ച് ഗോൾസ് മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്, പക്ഷെ അതിലൊന്നും ഇല്ലാത്ത ഒരു ഗോളായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങുക. ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായപ്പം ഹോസ്റ്റലിൽ നിന്നിരുന്നു ഞാൻ. കിട്ടുന്ന ലീവിനൊക്കെ വീട്ടിൽ വന്ന പോലായി. ആ ഒരു ടൈമിൽ തോന്നിയതാണ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാമെന്ന്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പം എനിക്കിപ്പോൾ ടോട്ടൽ 42 സബ്സ്ക്രൈബേഴ്സാണുള്ളത്. ഈ ഏപ്രിൽ തീരണേൻ്റെ മുമ്പായിട്ട് ഒരു 100 സബ്സ്ക്രൈബേഴ്സിനെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇന്നത്തെ ജേർണൽ സ്റ്റോപ്പ് ചെയ്യാം. ഒരു ചെറിയ ഫീൽ ഗുഡ് മൂവിയും കൂടി കണ്ടിട്ട് ഇന്നത്തെ ദിവസം ഞാൻ വൈൻഡപ്പ് ചെയ്തു.